ഹലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നല്ല പൂ പോലത്തെ രുചികരമായ പാലാട. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് യാതൊരു കെമിക്കൽസോ ഈസ്റ്റോ മൈദയോ സോഡാപ്പൊടിയോ ഒന്നുമില്ലാതെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിയുമാണ്. ഈസി റൈസ് പാലാട. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യമേ ചെയ്യേണ്ടത് 1 കപ്പ് അരി, പച്ചരി അതല്ലെങ്കിൽ കൈമ റൈസ് അതല്ലെങ്കിൽ ബസ്മതി റൈസ് ഏതായാലും മതി. അതൊരു 6 മണിക്കൂർ കഴുകി കുതിർത്തി വെച്ചത് ഒരു മിക്സിയുടെ ബൗളിലോട്ട് എടുക്കുക. അതിനുശേഷം അതേ കപ്പ് തന്നെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും 1 മുട്ടയും ആ ബൗളിലോട്ട് ചേർക്കുക. കൂടെ തന്നെ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി നല്ല പാല് പോലെ നന്നായി അരച്ചെടുക്കുക. പാലട ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് നന്നായി അരച്ചതിന് ശേഷം നല്ല ഏറ്റവും കട്ടി കുറഞ്ഞ ഹോൾസുള്ള അരിപ്പ കൊണ്ട് നന്നായി ഫിൽറ്റർ ചെയ്ത് എടുക്കുക. ബാക്കി വരുന്നത് ഒന്നും കൂടി അരച്ച് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം നല്ല കനം കുറഞ്ഞ ഹോൾസുള്ള അരിപ്പ് കൊണ്ട് അരിച്ച് ഒരു പാത്രത്തിലേക്ക് പകർത്തുക. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ ഒരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമുണ്ട്. ആദ്യമേ തന്നെ ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. നല്ല ലൂസായിട്ടുള്ളതാണ്. നമ്മുടെ ദോശമാവിനേക്കാളും ലൂസായി കലക്കി 1/2 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ, ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒരു തവി ഒഴിച്ച് അതെല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. മിനിമം ടു ഹൈ ഫ്ലെയിം ഉപയോഗിക്കാവുന്നതാണ്. 1 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്യാവുന്നതാണ്. വീണ്ടും 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് റൈസ് പാലട ഉണ്ടാക്കാവുന്നതാണ്. ഇത് ചിക്കൻ കറിയുടെ കൂടെ, ബീഫിൻ്റെ കൂടെ, കടല, അങ്ങനെ കുറുമ, എല്ലാ കറികളുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അരച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കൈ കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല മൃദുലവുമാണ്, തിന്നാണ്, സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല പൂ പോലെ സുഖമാണനും. ഇതിലേക്ക് പഞ്ചസാര ആവണമെങ്കിൽ പഞ്ചസാര ചേർത്താൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പാലടയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുവാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയതാണ്. നല്ല രസമായിട്ട് നമുക്കിത് വിടർത്തിയെടുക്കാനും കഴിക്കാനും സാധിക്കും. മടക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്.